നമ്മുടെ ADGP RSS നേതാക്കളെ കണ്ടു, മഹാപാതകമായി പോയി, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കേണ്ട കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉച്ചത്തിൽ പറയുന്ന മുന്നണിയിലെ ഘടകകക്ഷികൾ സൗകര്യം പോലെ മറക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇതിപ്പോൾ ADGP RSSൻ്റെ നേതാക്കളെ കണ്ടു എന്നുള്ളതാണല്ലോ പ്രശ്നം. അതേസമയം ഈ ഇടതുമുന്നണിയിൽ, ഭരണമുന്നണിയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിലെ ഒരു ഘടകകക്ഷി ഉണ്ട് എന്ന കാര്യം എന്താണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ആരും സംസാരിക്കാത്തത്? NDAയുടെ ഘടകകക്ഷിയുടെ ഒരു പ്രതിനിധി നമ്മുടെ മന്ത്രിസഭയിലുണ്ട്, നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ, വിദ്യുച്ഛക്തി മന്ത്രി. ഈ ഒരു വലിയ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോഴാണ് ADGPയുടെ RSS നേതാക്കളുമായുള്ള സംഭാഷണം അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഈ ഘടകകക്ഷികൾ വലിയ ഒരു ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ചിരിക്കാനല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇതൊക്കെ കണ്ട ഒരാൾ കണ്ണൂരിൽ ഇരിപ്പുണ്ട് എന്നൊരു ഓർമ്മ വേണം കേട്ടോ. നമ്മുടെ മുൻ കൺവീനർ LDFൻ്റെ നമ്മുടെ EP ജയരാജൻ, അദ്ദേഹം ഇപ്പോൾ ആത്മകഥ എഴുതിയും പാർട്ടി പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേ ദിവസം ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായും അവിടെ കഴിയുകയാണ്. ഇക്കാര്യം മറക്കരുത്, ഓർമ്മയുണ്ടാവണം. ഈ CPMൻ്റെയും BJPയുടെയും ബന്ധത്തെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞൊക്കെ പഴയ കഥയാണ്. 1977 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് RSSൻ്റെയും സംഘപരിവാരത്തിൻ്റെയും ഒക്കെ പിന്തുണ ലഭിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ RSSൻ്റെയും അതുപോലെ സംഘപരിവാരത്തിൻ്റെയും CPMൻ്റെയും പൊതു സ്ഥാനാർത്ഥി BJP നേതാവായിരുന്ന KG മാരാറായിരുന്നു. അതുപോലെ നമ്മുടെ ശിവദാസ മേനോൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിനായിട്ട് അദ്വാനി വന്നിരുന്നു, അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അതൊക്കെ പക്ഷേ പഴങ്കഥയാകട്ടോ. 1989 അന്നത്തെ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ വേണ്ടി VP സിംഗിനൊപ്പം അദ്വാനിയും വാജ്പേയിയും EMSും ഹർകിഷൻ സിംഗ് സുർജിത്തും ഒക്കെ അണിചേർന്ന കഥയും സതീശൻ പറയുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ് സതീശ, പക്ഷേ അതൊക്കെ പഴയ കഥകൾ. ഇന്നത്തെ ഈ ബന്ധം, ഇന്ന് പിണറായി വിജയനും RSSും തമ്മിലുള്ള, അല്ലെങ്കിൽ BJPയുമായുള്ള, അല്ലെങ്കിൽ CPMലെ ഒരു വിഭാഗത്തിന് സംഘപരിവാരുമായുള്ള ഈ ബന്ധം അതിനേക്കാളൊക്കെ വളരെ ശക്തമാണ്. ആ അന്തർധാര ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഏറെ വളരെ സുദൃഢമാണ്, ആഴത്തിലുള്ളതാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. BJPയിൽ നിന്നും RSSൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഓർക്കുമ്പോൾ, അവർ നമ്മെ നടത്തിയ വിധം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ, നന്ദിയോടെ ഒരു ഗാനം BJPക്ക് RSSന് സമർപ്പിക്കുക അല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല. മതനിരപേക്ഷ കേരളത്തിൻ്റെയും ജനാധിപത്യ കേരളത്തിൻ്റെയും നിലനിൽപ്പിന് CPM ശക്തമായ ഒരു സംവിധാനമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിന് RSSൻ്റെ കക്ഷത്തിൽ നിന്ന് നമ്മുടെ പിണറായി വിജയൻ്റെ കഴുത്ത് മോചിപ്പിച്ചേ പറ്റൂ. അതിനെപ്പറ്റി എഴുന്നേറ്റ് നിന്ന് ധൈര്യമായി സംസാരിക്കാൻ കെൽപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് CPMൽ ഉണ്ടോ?